പലപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നമ്മളൊന്ന് ചെയ്യേണ്ടി വരുമ്പോഴോ ഒക്കെ തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് ഓവർവെൽമിങ് ഫീലിംഗ്. അതിനെങ്ങനെ മറികടക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒന്നിനും ഒരു ഫോക്കസ് കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നേരം നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് ഒരു 4 സെക്കൻഡ് ഒന്ന് നല്ല രീതിയിലൊന്ന് ബ്രീത്ത് എടുക്കുക. നമ്മൾ വളരെ ആ ബ്രീത്തിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു 4 സെക്കൻഡ് നമ്മൾ ഇൻഹെയിൽ എക്സെയിൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്നത്, ഇത്രയും അതിശയിപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിലൂടെ കടന്നു വരുന്നതെന്ന് വെച്ചാൽ അതൊന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ തലച്ചോറിലിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലിട്ട് ഒരുപാട് കാര്യങ്ങൾ അസ്യൂം ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെയധികം ഒരു ഓവർവെൽമിങ് ഫീലിംഗ് കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റൈറ്റ് ഡൗൺ ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഭയങ്കര റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇതെന്തൊക്കെയാണ് ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ടത്, ഇന്ന് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് മുന്നോട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മറ്റുള്ളവരിലേക്ക് എനിക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, അങ്ങനെ എനിക്കിതിനകത്ത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ആക്ഷൻസായിട്ട് നമ്മളതിന് ഓരോന്നും ചെറിയ ആക്ഷൻസ് എടുക്കുക. അതുപോലെ തന്നെ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് വളരെ നല്ലൊരു റിലീഫാണ്. ജേണൽ എഴുതുക, നല്ലൊരു റിലീഫ് കിട്ടും നമുക്ക് ഇതിനകത്ത് നിന്ന്, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് 24 ഹവേഴ്സിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വർക്കിനെ സംബന്ധിക്കുന്ന ഒരു ടാസ്ക്, നമ്മുടെ സെൽഫ് കെയറിനെ സംബന്ധിക്കുന്ന ഒരു ടാസ്ക്, അതുപോലെ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടാസ്ക്, അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുക. 24 ഹവേഴ്സിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നോ പറഞ്ഞ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ആയിട്ടുള്ള റിച്വൽസ് ഒന്ന് റീസെറ്റ് ചെയ്യുക. നമ്മുടെ ഫിസിക്കൽ സ്പേസ്, ഡിജിറ്റൽ സ്പേസ് ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യുക. നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് അത്യാവശ്യം നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ടേബിൾ കാര്യങ്ങളെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്ത് റിച്വൽസൊക്കെ നമ്മൾ ഡെയിലി റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ നല്ല ഒരു കംഫർട്ടബിൾ ഫീൽ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നല്ല റിലാക്സേഷൻ നമുക്ക് ലഭിക്കും. സോ നമ്മൾ എപ്പോഴും സംടൈംസ് നമ്മൾ വർക്കിംഗ് വിമൻസിനൊക്കെ തോന്നുന്ന ഒരു ഫീലിംഗ് ആണിത്.